ഹായ്. ബാങ്ക് റീകൺസിലേഷൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ എമൗണ്ടുകളിലെ വ്യത്യാസം അതെങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. നമ്മളൊരു പാർട്ടിക്കാരന് നമ്മൾ ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ബുക്കിലെ ആ എമൗണ്ട് മൈനസ് ചെയ്തു. ബട്ട് അയാൾ ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ആക്കാൻ കുറച്ച് സമയം എടുത്തേക്കാം. ഈ ഒരു കാരണത്താൽ നമുക്ക് ആ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ബാങ്ക് നേരിട്ട് നടത്തുന്ന ഇടപാടുകൾ, ബാങ്ക് ചാർജുകൾ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും ക്യാഷ് ഇടുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് എററാണ്. എറർ എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എമൗണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന പിഴവുകൾ, ബാങ്ക് എമൗണ്ടുകൾ മാറിപ്പോവുക, ബാങ്കിനും ഇതേപോലത്തെ ഇത്തരം പിഴവുകളൊക്കെ കാണാൻ പറ്റും. ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണങ്ങളെന്ന് പറയുമ്പോൾ ബിസിനസ്സിലെ തെറ്റുകൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകളോ പൊരുത്തക്കേടുകളോ നടന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ബാങ്കിൽ ബിസിനസ്സിലെ എമൗണ്ട് നമ്മുടെ ബാങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു യഥാർത്ഥ ബോധ്യം നമുക്കുണ്ടാകും. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെടുക.